ഗ്രാമത്തിൽ ഒരുപാട് മഴ പെയ്തതിനു ശേഷം വെയിൽ അധികമായിട്ടുണ്ട്. മൂൽചന്ദും പ്രദീപും അവരുടെ വീട്ടിലായിരുന്നു. മുൻപിലോട്ട് ചൂടുള്ള ഉരുളക്കിഴങ്ങും പിന്നെ മോമോസും ഉണ്ടായിരുന്നു. അതില് ഏതൊരു രുചിയും ഇല്ലായിരുന്നു. ചേട്ടാ, ദിവസവും വേഗ വെച്ച ഉരുളക്കിഴങ്ങും ഉപ്പില്ലാത്ത മോമോസും കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. ഇന്ന് മാത്രം ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിച്ചേക്കും. ചേടാ, അത് നീ മറ്റുമല്ല, ഈ മുഴുവൻ ഗ്രാമത്തിലും പുതിയതായിട്ട് എന്ത് കിട്ടും? അതേ ദാലും ചൂടില്ലാത്ത ഭക്ഷണവുമാണ്, പിന്നെ പഴയ ചോറും. നമ്മളുടെ ജീവിതത്തിലുള്ള മുഴുവൻ രുചിയെയും നമ്മൾ വിട്ടതുപോലെ തോന്നുന്നുണ്ട്. ഞാൻ അവസാനമായിട്ട് രുചിയുള്ള ഭക്ഷണം എപ്പോഴാണ് കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയിൽ പോലും ഇല്ല. അവർ വളരെ വിഷമത്തോടെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം മുതിർന്ന ആൾ വളരെ വിഷമത്തോടെ വാടിയ മുഖത്തോടെ ഗ്രാമത്തിന് നടുക്കിരിക്കുകയായിരുന്നു. മൂംചന്ദും പ്രദീപും അവിടേക്ക് വന്നു. അവർ ആ മുതിർന്ന ആളുടെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം ഗ്രാമത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. എന്റെ വയറ്റിലെ വേദന കുറച്ചു പോലും കുറയുന്നത് പോലെ ഇല്ല. വീട്ടിലെ എന്റെ ഭാര്യ കുറച്ച് മസാല പോലും ഇല്ലാതെ ഒരു കൊഴുക്കട്ട ചെയ്തു കൊടുത്തു. കൊഴുക്കട്ട നന്നായിരുന്നു, പക്ഷെ ദിവസവും വേഗ വെച്ച ആ മാവിനെ കഴിക്കുന്നത് ഒരുപാട് വിഷമമായിട്ടുണ്ട്. ഇപ്പോൾ ആ കൊഴുക്കട്ട കണ്ടാലേ ഒരുപാട് വിഷമമായിട്ടുണ്ട്. ഇത് നേരാണ്. നമ്മുടെ വീടുകളിൽ ഏതൊരു രുചിയും ഇല്ലാതെ പഴയ കൊഴുക്കട്ടയാണ് ചെയ്യുന്നത്. ആരും ആലോചിക്കുന്നേ ഇല്ല. അവരും വ്യത്യാസമായിട്ട് ഏതും ചെയ്തില്ല. അത് കാരണമാണ് നമ്മൾ എല്ലാവരും വിഷമത്തോടെ ഇരിക്കുന്നത്. കൊഴുക്കട്ടയാണ്, പക്ഷെ അത് കഴിക്കാൻ രുചിയായിട്ട് ഉണ്ടാവണമല്ലേ? നമുക്ക് വ്യത്യാസമായിട്ട് വേണം. എന്തെങ്കിലും പുതിയതായിട്ട് ചേർത്ത് നമ്മളുടെ രുചിയെ മാറ്റിയേക്കണം. നമ്മൾ ജീവിക്കാനുള്ള കാരണം തരണം. അവർക്കൊരു കാര്യം മനസ്സിലായില്ല, ഇതിൽ എന്ത് മാറ്റം കൊണ്ടുവരണമെന്ന്. മറ്റൊരു വശത്ത് ഒരു വയസ്സായ മുത്തശ്ശി നിന്നു. അവരുടെ തലയിൽ വെളുത്തു നരച്ച മുടിയും മുഖത്ത് ചിരിയും ഉണ്ടായിരുന്നു. അവർ മറ്റാരുമല്ലായിരുന്നു, അവരാണ് ഡുണ്ടുൻ കുഞ്ഞമ്മ. ഡുണ്ടുൻ കുഞ്ഞമ്മ അവർ അവരുടെ ജീവിതം മുഴുവനായി ജീവിച്ചു കഴിഞ്ഞവരാണ്. അവർ വയസ്സായ ആളാണെന്ന് പേരിന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴും അവർ യുവതിയായാണ് ജീവിക്കുന്നത്. അവർ വളരെ ആരോഗ്യവതിയാണ്. അവർ തന്റെ തോട്ടം പരിപാലിക്കുകയായിരുന്നു, പൂക്കളോട് സംസാരിക്കുകയായിരുന്നു. നിങ്ങളെയൊക്കെ കാണാൻ വളരെ സുന്ദരികളായിട്ടുണ്ട്. കണ്ടില്ലേ എത്ര പൂക്കളാണുള്ളതെന്ന്? ശരി, ഇന്ന് നമുക്ക് പാചകമുറിയിൽ പുതിയ മായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വരൂ. ഇന്നത്തെ ഈ ദിവസം വളരെ പുതുമയാർന്ന ഒരു ദിവസമായിരിക്കണം. ഡുണ്ടുൻ കുഞ്ഞമ്മ ആ പൂക്കളിൽ ചെറുതായി തലോടി. എന്നിട്ട് അവിടെ നിന്നും അവർ പുറപ്പെട്ടു പോയി. കുഞ്ഞമ്മ അവരുടെ വാതിൽക്കലിലേക്ക് വന്നു. അവിടെ മുൻപ് തന്നെ ചൂടുള്ള തന്തൂർ ചെയ്യാൻ എല്ലാ സാധനങ്ങളും റെഡിയായിരുന്നു. അവർ തന്റെ കൈകൊണ്ട് അരിമാവ് വരവാൻ തുടങ്ങി. അത് ചെറിയ ചെറിയ ഉരുണ്ടകളാക്കി അവർ റൊട്ടി പരത്താൻ തുടങ്ങി. എന്നിട്ട് അതിൽ അവർ കടലയുടെ മിക്സ് നിറച്ചു. കൊഴുക്കട്ട റെഡിയായി. അവർ ആ കൊഴുക്കട്ട ചൂടുള്ള തന്തൂറിലേക്ക് ഇട്ടു. എല്ലാരും സാധാരണ കൊഴുക്കട്ട ചെയ്യാറുണ്ട്, പക്ഷെ അത് വെറും വയറു മാത്രമാണ് നിറയ്ക്കുന്നത്. ഇന്ന് ഇതിന് ഞാൻ ഡുണ്ടുൻ സ്റ്റൈലിൽ എരിവ് കൂട്ടാൻ പോവുകയാണ്. ഇനിപ്പും മസാലയും ഒന്നിച്ചു ചേർന്നാൽ പുതിയൊരു രുചി രൂപം കൊള്ളുന്നതായിരിക്കും. അവർ തന്തൂറിൽ ഉണ്ടാക്കിയ കൊഴുക്കട്ട പുറത്തേക്ക് എടുത്തു. എന്നിട്ടത് ഓരോന്നായി അവർ പ്ലേറ്റിലേക്ക് വെച്ചു. മറുവശത്ത് മൂൺചന്ദ്, പ്രദീപ്, ആ മുതിർന്ന ആളും ടുണ്ടുന്റെ വീട്ടിനടുത്തു കൂടി നടന്നു ചെന്നു. ആ മണം വന്നതും അവർ അവിടെ തന്നെ നിന്നുപോയി. പിന്നെ ആരും കാണാതെ ഡുണ്ടുൻ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് അവർ എത്തി നോക്കി. ഇത് എന്താ ഒരു പുതിയ മണം വരുന്നുണ്ട്? ഇതുപോലുള്ള ഒരു പുതിയ മണത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ മുഹർന്നിട്ടേ ഇല്ല. ഇത് ഏതോ ഒരു രാജവിരുന്ന് പോലെ തോന്നുന്നുണ്ട്. ഇത് ആ ചെറിയമ്മന്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പണ്ടികയോ ഏതോ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. വരൂ, ആർക്കും അറിയാതെ കാണാം. എനിക്ക് വിശപ്പ് കാരണം മയക്കം വരുന്നുണ്ട്. പിന്നെ ഈ വാസന എന്നെ ഇഴുക്കുന്നു. എല്ലാരും ഡുണ്ടുൻ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. കുഞ്ഞമ്മ അവരുടെ പാചകം ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് അവർ കുറച്ചു സമയം വിശ്രമിക്കാനായി ചെന്നിരുന്നു. അവർ 3 പേരും കൂടി വീടിനകത്തേക്ക് വന്നു. അല്ല, വരൂ. കുഞ്ഞമ്മേ, അത് ഞങ്ങള് ഈ വശത്തു കൂടി പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ മണമാണ് ഞങ്ങളെ തടഞ്ഞു നിർത്തിയത്. ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുഞ്ഞമ്മേ, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഞങ്ങൾ ദിവസം കഴിക്കുന്ന സാധാരണ കൊഴുക്കട്ട പോലെ ഇല്ലല്ലേ? ഇതിന്റെ മണം ഒരുപാട് വ്യത്യാസമായിട്ടുണ്ട്. കുഞ്ഞമ്മ സന്തോഷത്തോടെ എണീറ്റ് നിന്നു. ആദ്യം മുതിർന്ന ആൾക്ക് ചൂടുള്ള തന്തൂരി കൊഴുക്കട്ട നൽകി. അല്പം സംശയത്തോടെ മുതിർന്ന ആൾ ഒരു കൊഴുക്കട്ട എടുത്തു. അത് അദ്ദേഹം കഴിച്ചു കഴിഞ്ഞതും തന്നെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. വാവ്, എന്താ ഇത്? ഇതിൽ ഒരുപാട് മസാലാക്കൾ നിറഞ്ഞ് അത്ഭുതമായിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ എനിക്ക് കഷ്ടം വന്നില്ല. ഒരുപാട് രുചിയായിട്ടുണ്ട്.
ഇതിനെയാണ് പറയുന്നത് ഡും ഡും കുഞ്ഞമ്മയുടെ സ്പെഷ്യൽ തന്തൂരി കൊഴുക്കട്ട എന്ന്. സാധാരണ കൊഴുക്കട്ടയ്ക്ക് തീയുടെ സ്നേഹവും മസാലയുടെ സഹായവും ലഭിക്കുമ്പോൾ തന്നെ അതിന്റെ രുചി 10 മടങ്ങ് കൂടുന്നു. നിങ്ങൾ എന്താ നോക്കുന്നത്? കഴിക്കൂ. മൂൺചന്തും പ്രദീപും ഓരോന്ന് കയ്യിലെടുത്തു. അവർക്കും അത് ഒരുപാട് ഇഷ്ടമായിരുന്നു. കുഞ്ഞമ്മേ, നിങ്ങൾ ശരിക്കും ഒരു മന്ത്രവാദിയാണ്. ഞങ്ങൾ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിനെ നിങ്ങൾ ഒരുപാട് അത്ഭുതമായിട്ട് മാറ്റിയിട്ടുണ്ട്. വലിയ സിറ്റിയിൽ കിടക്കുന്ന ഭക്ഷണത്തിനേക്കാളും ഇത് നന്നായിട്ടുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം അവരെല്ലാരും വീടിന്റെ വാതിൽക്കൽ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. ദുന്ദുൻ കുഞ്ഞമ്മ ഒരു പ്ലേറ്റിൽ ഒരുപാട് തന്തൂരി കൊഴുക്കട്ട അവർക്ക് നൽകി. അവരെല്ലാരും ചിരിച്ച് സന്തോഷമായി സംസാരിച്ചുകൊണ്ട് അതിനെ സന്തോഷത്തോടെ കഴിച്ചു. ശരിക്കും കുഞ്ഞമ്മേ, ഇന്ന് എന്റെ വയറും മനസ്സും ഒരുപാട് നിറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിലേക്ക് പോയി ഞാൻ എല്ലാവരോടും പറയും ശരിക്കുമുള്ള രുചി ഇതാണെന്ന്. ഇന്ന് വരെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഇന്നാണ് ഞങ്ങൾ ശരിക്കും കഴിച്ചത്. പങ്കുവെക്കുമ്പോഴാണ് സന്തോഷം അധികമാകുന്നത് മക്കളെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും പുതിയതായി ട്രൈ ചെയ്യാം. എന്തേ? കുഞ്ഞമ്മേ, ഇനി കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കിയ ഈ തന്തൂരി കൊഴുക്കട്ടയാണ് ഓർമ്മയിലേക്ക് വരും. മറ്റുള്ളത് വെറും ഭക്ഷണങ്ങൾ മാത്രമാണ്, പക്ഷേ ഇതാണ് എക്സ്പീരിയൻസ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവരെല്ലാരും വളരെ സന്തോഷത്തോടെ കഴിച്ചു. കുറച്ചു സമയത്തിന് ശേഷം മൂൺചന്ദ്, പ്രദീപ്, പിന്നെ ആ മുതിർന്ന ആളും പഞ്ചായത്ത് മേടയിലേക്ക് വന്നു. അവരുടെ മുഖത്ത് സന്തോഷവും തൃപ്തിയും നിറഞ്ഞിരുന്നു. 3 പേരും തന്തൂരി കൊഴുക്കട്ടയെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അത് എന്താണെന്ന് അറിയാനായി അവിടെ വന്നു കൂടി. നിങ്ങൾക്കൊരു കാര്യം അറിയില്ല, ഇനി ഞങ്ങൾ കഴിച്ച ഭക്ഷണം സ്വർഗത്തിലെ കിട്ടിയതുപോലെ തന്നെ ഉണ്ട്. കുഞ്ഞമ്മയെ സാധാരണ കൊഴുക്കട്ടയെ നെരുപ്പിൽ ചുട്ട് തന്തൂരിയാക്കി മാറ്റിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ നടക്കുമോ? എനിക്ക് അതിൽ വിശ്വാസമേ ഇല്ല. നാളെ ഞങ്ങളും കുഞ്ഞമ്മേനെ ചെന്ന് കാണാം. ഞങ്ങളും ആ തന്തൂരി കൊഴുക്കട്ടേനെ കഴിക്കണമല്ലേ? അതിന്റെ രുചി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എവരെങ്കിലും പറയൂ. അവരെ സാധാരണ കൊഴുക്കട്ടയെ തന്തൂരിയിൽ വെച്ച് അതിൽ മസാലവും ഉപ്പും ഇട്ട് തന്നു. ആ കൊഴുക്കട്ട മാജിക് പോലെ തന്നെ ഉണ്ടായിരുന്നു. നേരാണോ? എന്ന് വെച്ചാൽ കുഞ്ഞമ്മ ഇതിനെ വ്യാപാരം ചെയ്യണം. ഇത് ചെയ്യാമെന്ന് നിങ്ങൾ അവർക്ക് ആലോചന പറഞ്ഞോടേ? അതെ, തീർച്ചയായിട്ടും ഇത് ഒരു നല്ല ആലോചനയാണ്. ശരി, വരൂ, കുഞ്ഞമ്മേനെ ഈ ആലോചന പറഞ്ഞിട്ട് വരാം. മുതിർന്ന ആൾ മൂൺചന്ദ് പിന്നെ പ്രദീപ് വീണ്ടും കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അടുത്ത ദിവസം ഡുംഡും കുഞ്ഞമ്മ ഗ്രാമത്തിന് നടുക്ക് ഒരു ഭംഗിയുള്ള ചെറിയ കടയിട്ടിരിക്കുകയായിരുന്നു. അവിടെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ കൂടി നിൽക്കുകയായിരുന്നു. കുഞ്ഞമ്മ ചൂടുള്ള തന്തൂരി കൊഴുക്കട്ട എല്ലാവർക്കും നൽകി. ജനങ്ങൾ അത് സന്തോഷത്തോടെ കഴിച്ചു. വാവ് കുഞ്ഞമ്മേ, ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ശരി, ഇതിന്റെ വില എത്രയാണ്? കുഞ്ഞമ്മ അദ്ദേഹത്തിന് ഒരു ഭംഗിയുള്ള ചിരി നൽകി. ഈ തന്തൂരി കൊഴുക്കട്ട കട ഞാൻ കാശിന് വേണ്ടിയല്ല മോനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെ ആരോഗ്യത്തിനു വേണ്ടിയും സന്തോഷത്തിനു വേണ്ടിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും കാശൊന്നും വേണ്ട. ഇത് നിങ്ങൾ എല്ലാവർക്കും ഈ ദുന്ദുൻ കുഞ്ഞമ്മ നൽകുന്ന സ്നേഹമാണ്. എല്ലാരും കാണാൻ സന്തോഷിതരായിരുന്നു. എല്ലാരും ആ തന്തൂരി കൊഴുക്കട്ട കഴിച്ചു. അവിടെയുള്ള പാവപ്പെട്ടവരും പണക്കാരരും എല്ലാവരും ഒന്നുപോലെ ആ തന്തൂരി കൊഴുക്കട്ട കഴിച്ചു. നമ്മുടെ ഈ കഥ ഇതോടെ അവസാനിക്കുന്നു.